നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത ഭരണമാറ്റത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ രൂക്ഷ വിമർശനം അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല അത്, മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയൊരു കരുനീക്കത്തിന്റെ തുടക്കമായാണ് നിരീക്ഷകർ കാണുന്നത്. 3 പതിറ്റാണ്ടോളം കൂടെ നിന്ന DMK അധികാരക്കൊതി മൂലം കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തിയെന്ന മോദിയുടെ വാക്കുകളിൽ സ്റ്റാലിനോടുള്ള കരുതലും കോൺഗ്രസിനോടുള്ള കടന്നാക്രമണവും പ്രകടം. തമിഴ്നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ DMKയെ NDA പാളയത്തിലേക്ക് എത്തിക്കാനുള്ള BJPയുടെ കൃത്യമായ രാഷ്ട്രീയ ചൂണ്ടയാണിതെന്നാണ് വ്യക്തം. തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന TVKയുമായി കൈകോർത്ത് കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളിയായതോടെ MK സ്റ്റാലിൻ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കരുത്തരായ പ്രാദേശിക പാർട്ടികളിലൊന്നായ DMKയെ ഈ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നതിലൂടെ സ്റ്റാലിന്റെ വിശ്വാസം ആർജിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. DMK ഒറ്റപ്പെടില്ലെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് അർഹമായ പരിഗണന BJP നൽകുമെന്നുമുള്ള പരോക്ഷമായ ഉറപ്പാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. സ്റ്റാലിനെ ചേർത്തണയ്ക്കുന്ന മോദിയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ്. ആ പ്രസ്താവനയോട് സ്റ്റാലിൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി നിർണായകം. ദേശീയതലത്തിൽ BJPക്ക് കേവല ഭൂരിപക്ഷമുണ്ടെങ്കിലും DMK പോലൊരു വലിയ കക്ഷിയുടെ പിന്തുണ ലോക്സഭയിൽ ലഭിക്കുന്നത് മോദി സർക്കാരിന് സുഖഭരണം ഉറപ്പാക്കും. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ശക്തമായ പ്രാതിനിധ്യം NDA മുന്നണിക്ക് കൂടുതൽ കരുത്തും നൽകും. തമിഴ്നാട്ടിൽ നിന്നുള്ള DMK MPമാരുടെ പിന്തുണ ലഭിച്ചാൽ രാജ്യസഭയിലും നിർണായക ബില്ലുകൾ പാസാക്കാൻ BJPക്ക് എളുപ്പമാകും. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ സ്റ്റാലിനെ ഒപ്പം നിർത്തുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. 2014 മുൻപുള്ള 10 വർഷത്തെ UPA സർക്കാർ നിലനിന്നത് DMK കാരണമായിരുന്നുവെന്ന മോദിയുടെ പരാമർശം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ച സുഹൃത്തിനെ രാഷ്ട്രീയ ലാഭത്തിനായി കോൺഗ്രസ് ഉപേക്ഷിച്ചുവെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ സ്റ്റാലിന്റെ മനസ്സിൽ കോൺഗ്രസിനോടുള്ള വിദ്വേഷം ആളിക്കത്തിക്കാൻ മോദിക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ കാറ്റ് മാറിയപ്പോൾ ഒറ്റിക്കൊടുത്തു എന്ന പ്രയോഗം തമിഴ് ജനതയ്ക്കിടയിലും കോൺഗ്രസ് വിരുദ്ധ വികാരം വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിൽ BJPക്ക് ഇതുവരെ ഒരു വലിയ വേരോട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ DMKയുമായി ഒരു ധാരണയിലെത്താൻ ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കും. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിക്കുന്നത് സംസ്ഥാനത്തെ പദ്ധതികൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും അനിവാര്യമാണ്. വിജയ് കോൺഗ്രസ് സഖ്യം ഉയർത്തുന്ന ഭീഷണി നേടാൻ BJPയുടെ സഹായം DMK നേടിയാൽ അത് അത്ഭുതപ്പെടാനില്ല. കോൺഗ്രസിന്റെ നിലപാട് മാറ്റം ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ മുന്നണിയെ തകർത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMKയെ കൈവിട്ട കോൺഗ്രസിനെ മറ്റ് പ്രാദേശിക പാർട്ടികൾ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് BJP ഉയർത്തുന്നത്. സഖ്യകക്ഷികളെ പിന്നിൽ നിന്ന് കുത്തുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്ന് മോദി അടിവരയിട്ട് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കൂടുതൽ ഒറ്റപ്പെടുകയാണ്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ രൂപീകരണത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാട് ഇടതുപക്ഷമടക്കമുള്ളവർ വിമർശിക്കുമ്പോൾ BJP സ്റ്റാലിനെ ചേർത്തുപിടിക്കുന്നത് രാഷ്ട്രീയ വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ലെന്ന തത്വം ഇവിടെ പ്രവർത്തിക്കുന്നു. സ്റ്റാലിനെ NDAയുടെ ഭാഗമാക്കുകയോ അല്ലെങ്കിൽ ലോക്സഭയിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടിയാക്കി മാറ്റുകയോ ചെയ്യുകയാണ് മോദിയുടെ ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.